അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ 3 സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എങ്ങനെയാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണുക, അതിന് 2 മെത്തേഡുകൾ എങ്ങനെയൊക്കെയാണ്, അതുപോലെ ലെഡ്ജർ പ്രിപ്പറേഷനൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ബിസിനസ്സിൽ ഏതൊക്കെ സോഴ്സിൽ നിന്ന് ഫണ്ട് എത്തി, അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗപ്പെടുത്തി എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ടു അനലൈസ് ദ കോസസ് ഓഫ് നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദി വർക്കിംഗ് ക്യാപിറ്റൽ ആസ് ഷോൺ ബൈ ദി ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, അതിന് നമുക്ക് മനസ്സിലാവുന്നത് നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റലിന് നെറ്റ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ട് ഇൻക്രീസായി എന്തുകൊണ്ട് ഡിക്രീസായി എന്നുള്ള കാരണങ്ങൾ മനസ്സിലാക്കാൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നു. അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൽ ഇൻക്രീസും ഡിക്രീസും എന്തൊക്കെ കാരണം കൊണ്ടാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി പറയുന്നത് നോക്കൂ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണമെങ്കിൽ നമുക്കറിയാം ആദ്യത്തെ 3 സ്റ്റെപ്പ്. ആ 3 സ്റ്റെപ്പിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ഈസ് ഇൻഡിക്കേറ്റഡ് ആസ് എ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോഴ്സ് ഓഫ് ഫണ്ട് അതുപോലെ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് 2 സൈഡ് ഉണ്ടാകും. അവ തമ്മിലുള്ള വ്യത്യാസം സൂചിപ്പിക്കുന്നത് ഇൻക്രീസ് ഓർ ഡിക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസോ ഡിക്രീസോ ആയിരിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഫോർമാറ്റ്, അഥവാ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫോർമാറ്റാണ് കാണിക്കുന്നത്. ടി ഫോം അല്ലെങ്കിൽ അക്കൗണ്ട് ഫോം. ഇവിടെ ഒരു സൈഡിൽ സോഴ്സ് ഓഫ് ഫണ്ട് കാണിക്കുന്നുണ്ട്, ഒരു സൈഡിൽ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. സോഴ്സ് സൈഡിൽ വരുന്നത് ഏതൊക്കെ രീതിയിലൂടെയാണ് എങ്ങനെയൊക്കെയാണ് ബിസിനസ്സിലേക്ക് ഫണ്ട് വരുന്നത് എന്നുള്ളതാണ്. ഓരോ ഐറ്റം എടുത്ത് പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ഇഷ്യൂ ഓഫ് ഷെയർ, കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴാണ് കമ്പനിയിലേക്ക് ഫണ്ട് വരുന്നത്. മറ്റൊന്ന് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്താലും ഫണ്ട് വരും. ലോങ് ടൈം ലോൺസ് റൈസ്ഡ്, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വായ്പകൾ ശേഖരിച്ചു കഴിഞ്ഞാൽ അത് സോഴ്സ് ഓഫ് ഫണ്ടിന് ഉദാഹരണമാണ്. അതുപോലെ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിര ആസ്തികൾ വിൽക്കുമ്പോൾ ലഭിക്കുന്ന ക്യാഷ്. അതുപോലെ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിവിഡൻഡ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിവിഡൻഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, നമ്മൾ 3ാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്ന ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, അത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണെങ്കിൽ അത് സോഴ്സ് സൈഡിലാണ് എഴുതുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന് വരുന്നത് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്ത പ്രകാരം നമുക്ക് ഡിക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റലാണ് കിട്ടുന്നതെങ്കിൽ അത് സോഴ്സ് സൈഡിലാണ് എഴുതേണ്ടത്. മാറിപ്പോകരുത്. ഫണ്ട് ഫ്രം ഓപ്പറേഷനും അതുപോലെ തന്നെ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും സോഴ്സ് സൈഡിലാണ് എഴുതേണ്ടത്. ഇനി ആപ്ലിക്കേഷൻ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഫണ്ട് ഏതൊക്കെ രീതിയിലാണ് സ്ഥാപനം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാവുന്നത്. ഒന്നാമത് നോക്കൂ, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, സ്ഥിര ആസ്തികൾ വാങ്ങുന്നതിന് വേണ്ടി ചിലവഴിച്ചത്. മറ്റൊന്ന് പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, മറ്റൊന്ന് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ, ഏതെങ്കിലും തരത്തിലുള്ള പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യണമെങ്കിൽ ക്യാഷ് ആവശ്യമുണ്ട്, അപ്പോൾ ആ രീതിയിലും കമ്പനിക്ക് ഫണ്ട് നഷ്ടപ്പെടുന്നു. മറ്റൊന്ന് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, കടപ്പത്രങ്ങൾ തിരികെ കൊടുക്കുകയാണെങ്കിൽ. മറ്റൊന്ന് റീപേയ്മെൻറ്റ് ഓഫ് ലോണ്, നമ്മൾ എടുത്തിട്ടുള്ള വായ്പകൾ തിരിച്ചടക്കുമ്പോൾ. ഇൻകം ടാക്സ് പെയ്ഡ്, എല്ലാ സ്ഥാപനങ്ങളും അടയ്ക്കേണ്ടതാണ് ഇൻകം ടാക്സ് എന്നുള്ളത്. ഇനി നോക്കൂ, ഡിവിഡൻഡ് പെയ്ഡ്, അതുപോലെ എന്തെങ്കിലും സ്ഥാപനങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആപ്ലിക്കേഷൻ സൈഡിലാണ് വരുന്നത്. ഇനി ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആസ് പെർ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റലാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റലാണ് കിട്ടിയതെങ്കിൽ അത് ആപ്ലിക്കേഷൻ സൈഡിലാണ് എഴുതേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് വരുന്നത്. ഓരോ ഐറ്റവും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മറ്റൊരു ഫോർമാറ്റ് ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. വെർട്ടിക്കൽ ഫോം അല്ലെങ്കിൽ റിപ്പോർട്ട് ഫോം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ ആദ്യം സോഴ്സസ് എല്ലാം എഴുതുന്നു, അതിൽ നിന്ന് അപ്ലിക്കേഷൻസ് ലെസ് ചെയ്യുന്നു. അപ്പോൾ ഈ 2 മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ചോദ്യം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഒരു ചോദ്യം നോക്കൂ. ഫ്രം ദി ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ഓഫ് പരശുറാം ലിമിറ്റഡ് ഫോർ ദി ഇയർ എൻഡ് 31 December 2007 ആൻഡ് 2008 പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. അഥവാ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ചോദ്യത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല, ജസ്റ്റ് ബാലൻസ് ഷീറ്റ് മാത്രമേ നമുക്ക് നൽകിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണം. ബാലൻസ് ഷീറ്റ് ഒന്ന് നോക്കാം.
2007 2008 2 വർഷത്തെ ബാലൻസ് ഷീറ്റാണ് തന്നിട്ടുള്ളത്. ഷെയർ ക്യാപിറ്റൽ 2007 2 ലാക്ക് ഉണ്ട്, 2008 2,87,500 ആയിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ ക്രെഡിറ്റേഴ്സ് 53,000 ഉള്ളത് 35,000 ആയി കുറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 7,000 ഉണ്ടായിരുന്നത് 15,500 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി അസറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ പ്ലാന്റ് 37,500 ഉള്ളത് 50,000 ആയിട്ട് കൂടിയിട്ടുണ്ട്. സ്റ്റോക്ക് 60,500 ഉള്ളത് 68,000 ആയി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് 90,500 ഉള്ളത് 85,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ക്യാഷ് 71,500 ഉള്ളത് 1,35,000 ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത്. ഇതിൽ കറണ്ട് അസറ്റ് ഉണ്ട്, ഫിക്സഡ് അസറ്റ് ഉണ്ട്, കറൻറ്റ് ലയബിലിറ്റി ഉണ്ട്, ലോങ് ടേം ലയബിലിറ്റി ഉണ്ട്. നമുക്ക് ഓരോ സ്റ്റെപ്പിലൂടെയും ചെയ്ത് നോക്കാം. ഓരോ സ്റ്റെപ്പിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് മാത്രം ആ ഒരു സ്റ്റെപ്പിൽ നമ്മൾ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അറിയാം, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് കറൻറ്റ് അസറ്റും കറൻറ്റ് ലയബിലിറ്റിയും മാത്രമാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യുമ്പോൾ നമുക്കറിയാം ആദ്യം കറൻറ്റ് അസറ്റാണ് നമ്മൾ എഴുതുന്നത്. ഈ ഒരു ബാലൻസ് ഷീറ്റിൽ പ്ലാന്റ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഇങ്ങനെ 4 അസറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ പ്ലാന്റ് എന്ന് പറയുന്നത് ലോങ് ടേം അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റാണ്. അതല്ലാത്ത ബാക്കി 3 അസറ്റുകളും സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് കറൻറ്റ് അസറ്റുകളാണ്. അപ്പോൾ അവ 3 നമ്മളിവിടെ എഴുതണം. സ്റ്റോക്ക് 2007 60,500, 2008 68,000. ഡെപ്റ്റേഴ്സ് 2007 90,500, 2008 85,000. ക്യാഷ് 2007 71,500, 2008 1,35,000. ഇനി ഇൻക്രീസ് ഓർ ഡിക്രീസ്, സ്റ്റോക്ക് 60,500 ഉണ്ടായിരുന്നത് 68,000 ആയി. ദാറ്റ് മീൻസ് 7,500 ഇൻക്രീസ് ആണ്. കാരണം സ്റ്റോക്ക് അസറ്റാണ്, അസറ്റ് ഇൻക്രീസ് ചെയ്താൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും എന്ന് നമുക്കറിയാം. രണ്ടാമത്തെ ഡെപ്റ്റേഴ്സ് 90,500 ഉണ്ടായിരുന്നത് 85,000 ആയിട്ട് കുറഞ്ഞു. ഡെപ്റ്റേഴ്സ് ഒരു അസറ്റാണ്, അസറ്റ് കുറഞ്ഞാൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ്. അതുകൊണ്ട് ഡിക്രീസ് കോളത്തിൽ 5,500. മൂന്നാമത്തെ ക്യാഷ് 71,500 1,35,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. സോ ഇൻക്രീസ് കോളത്തിൽ 63,500. അങ്ങനെ ടോട്ടൽ ചെയ്യുമ്പോൾ 2007 ടോട്ടൽ കറണ്ട് അസറ്റ് 2,22,500, 2008 2,88,000. ഇനി നമ്മൾ എഴുതുന്നത് കറൻറ്റ് ലയബിലിറ്റീസ് ആണ്. ഈ ഒരു ബാലൻസ് ഷീറ്റ് പ്രകാരം കറൻറ്റ് ലയബിലിറ്റി ആയിട്ടുള്ളത് ക്രെഡിറ്റേഴ്സ് മാത്രമാണ്. അതുകൊണ്ട് ക്രെഡിറ്റേഴ്സ് എഴുതി. 2007 53,000, 2008 35,000. അഥവാ 2007 തട്ടിച്ച് നോക്കുമ്പോൾ 2008 വന്നപ്പോൾ ക്രെഡിറ്റേഴ്സ് ഡിക്രീസാണ്. ലയബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസിന് വർക്കിംഗ് ക്യാപിറ്റലാണ്. അതുകൊണ്ട് ഇൻക്രീസ് കോളത്തിൽ 18,000 എഴുതും. അങ്ങനെ കറൻറ്റ് ലയബിലിറ്റിയുടെ ടോട്ടൽ എന്ന് പറയുന്നത് 53,000ഉം 35,000 ആയിരിക്കും. ഇനി അത് നമ്മൾ മുകളിലുള്ള കറൻറ്റ് അസറ്റിൽ നിന്ന് കുറക്കുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ 2007 നമുക്ക് കിട്ടുന്നത് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കിട്ടുന്നത് 1,69,500, 2008 2,53,000. ദെൻ ഇനി ഇൻക്രീസ് ആണോ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നോക്കണം. ഇവിടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 2008 ഇവിടെ 2,53,000 ഉണ്ട്. അഥവാ 2008 കൂടുതലുള്ളത്. അതുകൊണ്ട് 2,53,000 എന്ന് നമ്മൾ 2007 കൊണ്ടുവന്നു. ആ ഒരു ഡിഫറൻസ് 83,500 ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ്. കാരണം 2007 2008 വർക്കിംഗ് ക്യാപിറ്റൽ കൂടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കാണേണ്ടത്. അതുപോലെ തന്നെ ഇൻക്രീസ് കോളം ആഡ് ചെയ്യുക, ഡിക്രീസ് കോളം ആഡ് ചെയ്യുക. നമ്മൾ ഇൻക്രീസ് കോളമാണ് കൂടുതലുള്ളത്, 89,000 ഉണ്ടാകും. അത് കുറവുള്ള ഭാഗത്ത് കൊണ്ടുവരുമ്പോൾ ഡിഫറൻസ് കിട്ടുന്നത് 83,500. അഥവാ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഫണ്ട് ഫ്രം ഓപ്പറേഷനാണ് കാണേണ്ടത്. ഇനി നമുക്ക് കാണേണ്ടത് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഫണ്ട് ഫ്രം ഓപ്പറേഷനാണ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണുന്നതിന് 2 രീതികളുണ്ട്. നമുക്കറിയാം, സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡും അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മെത്തേഡും. ഈ ഒരു ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുള്ള നോൺ ഓപ്പറേറ്റീവ് ഇൻകം ഒന്നും ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇല്ല. ഇവിടെ തന്നിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മെത്തേഡ് പ്രകാരം നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട്
ക്രെഡിറ്റ് സൈഡിലാണ് കൊടുക്കേണ്ടത്. ഓപ്പണിംഗ് ബാലൻസ് അഥവാ 2007 തുക എന്ന് പറയുന്നത് 7000, അത് ക്രെഡിറ്റ് സൈഡിൽ കൊടുത്തു. പിന്നെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള ബാലൻസ് ക്യാരി ഡൗൺ അഥവാ 2008 15,500 15,500, അത് നമ്മൾ ഡെബിറ്റ് സൈഡിലും കൊടുത്തു. വേറെ ഒരു ഐറ്റവും ആഡ് ചെയ്യാനോ ലെസ് ചെയ്യാനോ ഇല്ലാത്തത് കൊണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ചെയ്തു വരുമ്പോൾ ഡെബിറ്റ് സൈഡ് 15,500 അഥവാ ഡെബിറ്റ് സൈഡാണ് ക്രെഡിറ്റിനേക്കാൾ കൂടുതലുള്ളത്. എന്നിട്ട് ആ ഡിഫറൻസ് നോക്കുമ്പോൾ 8,500 8,500 നമുക്ക് ലഭിക്കുന്നു. ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ കിട്ടുന്നത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഡെബിറ്റ് സൈഡ് 15,500 ഉണ്ട്, അഥവാ 2008 15,500 ഉണ്ട്, 2007 7,000 മാത്രമേ ഉള്ളൂ, അഥവാ 8,500 കൂടിയിട്ടുണ്ട്. അത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കിട്ടിയിരിക്കുന്നത് നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ്. അങ്ങനെയാണ് അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയേണ്ടതില്ല, കാരണം വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ആകെ നമുക്ക് ചെയ്യാനുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്ന് മാത്രമാണ്. അഥവാ ആ 2008 കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് ആണ് ആക്ച്വലി ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തരാത്തത് കൊണ്ട് തന്നെ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പറേഷൻ നടത്തേണ്ടതില്ല. അല്ലാതെ തന്നെ നമുക്കതിൻ്റെ പർച്ചേസ് ആണോ സെയിലാണോ എന്നുള്ളത് നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം സോയ്സിൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ നോക്കുക. ബാലൻസ് ഷീറ്റിൽ ഇനിയുള്ളത് ഷെയർ ക്യാപിറ്റലാണ്. 2007 ഷെയർ ക്യാപിറ്റൽ 2 lakh ഉണ്ടായിരുന്നു, 2008 അത് 2,87,500 അഥവാ 87,500 രൂപ കൂടിയിട്ടുണ്ട്. അതിനർത്ഥം കമ്പനി പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രയും ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത്രയും തുക കമ്പനിയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ അത് സോഴ്സ് ഓഫ് ഫണ്ടാണ്. അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡിഫറൻസ് 87,500 എഴുതണം. ഇനി സോഴ്സ് സൈഡിൽ ആകെ ബാക്കിയുള്ളത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ്. നമ്മളിപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് പ്രകാരം ചെയ്ത ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 8,500 കിട്ടി. അത് നമ്മൾ സോഴ്സ് സൈഡിലാണ് എഴുതേണ്ടത്. ഇനി അപ്ലിക്കേഷൻ സൈഡിലോട്ട് വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ക്യാഷ് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ ഇനി അസറ്റ് സൈഡിൽ പ്ലാന്റ് 2007 37,500 ഉണ്ടായിരുന്നു, 2008 അത് 50,000 കൂടി. അതിനർത്ഥം വേറെ അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നും തന്നിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അസറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് പർച്ചേസാണ്. അസറ്റ് വാങ്ങിയെന്ന് പറയുമ്പോൾ കമ്പനിയിലേക്ക് അസറ്റ് വരുമെങ്കിലും അത്രയും തുക കമ്പനിയിൽ നിന്ന് ഔട്ട്ഫ്ലോ ഫണ്ട് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്. 7,500 ഉണ്ടായിരുന്നത് 50,000 കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 12,500 രൂപയുടെ അസറ്റ് വാങ്ങിയെന്നാണ്. അപ്പോൾ അത്രയും തുക അപ്ലിക്കേഷനായിട്ടാണ് കാണിക്കേണ്ടത്. പർച്ചേസ് ഓഫ് പ്ലാന്റ് 12,500. ഇനി ബാലൻസ് ഷീറ്റിൽ നമ്മൾ സോഴ്സ് സൈഡിലോ അപ്ലിക്കേഷൻ സൈഡിലോ എടുക്കേണ്ട ഒരു ഐറ്റവും ബാക്കിയില്ല. ഇനി നോക്കുക, ഇനി അപ്ലിക്കേഷൻ സൈഡിൽ വരുന്നത് എന്താണ്? നമ്മൾ ആദ്യ സ്റ്റെപ്പിൽ ചെയ്ത ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ്. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ അത് അപ്ലിക്കേഷൻ സൈഡിലാണ് വരിക. കിട്ടിയിരിക്കുന്ന ആൻസർ 83,500 നമുക്കറിയാം. അപ്പോൾ അത് രണ്ടും എഴുതി കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ചെയ്ത രണ്ട് സൈഡും 96,000 നമുക്ക് ലഭിക്കും. ഇനി ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു ഡിഫറൻസ് സോഴ്സ് സൈഡും അപ്ലിക്കേഷൻ സൈഡും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻസ് ആയിട്ട് കിട്ടുന്നത് 83,500 ആയിരിക്കും, അഥവാ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടത്. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഇനി എടുക്കേണ്ട ഐറ്റം നോക്കുക, അസറ്റ് സൈഡിൽ നോക്കുക. ഏതെങ്കിലും അസറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് പർച്ചേസ് ആയിരിക്കും, അത് അപ്ലിക്കേഷൻ സൈഡിലാണ് വരിക. ദെൻ ഏതെങ്കിലും അസറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെയിൽസ് ആയിരിക്കും, അത് സോഴ്സ് സൈഡിലാണ് വരിക എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എഴുതാൻ വിട്ടുപോകരുത്. അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ അത് അപ്ലിക്കേഷൻ സൈഡിലും ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ അത് സോഴ്സ് സൈഡിലും എഴുതാൻ വിട്ടുപോകരുത്. അപ്പോൾ ഇങ്ങനെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.